എൻ്റെ പേര് ദീപ. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ 2022 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് തന്നെ 2019 ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുമായിട്ട് ഇവിടെ വന്നിരുന്നു. അന്ന് അക്രൈസ്തവർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്നൊരിതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥനാ ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് പോയി. അന്ന് മുതൽ വെളുപ്പിന് രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്കറിയാവുന്ന രീതിയിൽ ബൈബിൾ വായിക്കുകയൊക്കെയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഏകദേശം ഒരു 12 വർഷത്തോളമായിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നീർക്കെട്ട്, കാല് എപ്പോഴും ഏന്തി വലിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം എനിക്ക് ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഭയങ്കര നടുവേദന വന്നു, കാല് കുത്താൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ഡിസ്കിനും പ്രശ്നമാണ്, അതിൻ്റെ ഇടയിൽ വെയിൻ കിരുങ്ങി അത് അത്രയും പ്രശ്നങ്ങളായി കിടക്കുകയാണ്, സർജറി അല്ലാണ്ട് വേറെ ഒന്നും ഇതിന് മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു. ഞാൻ മാറി മാറി ഡോക്ടറെ കാണിച്ചു. പക്ഷേ എല്ലാ ഡോക്ടറും പറഞ്ഞത് സർജറിയാണ്. അവസാനം ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. ആദ്യത്തെ ദിവസം ഒരു 15 ദിവസം ഞാൻ അവിടെ കിടന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഇരുന്ന് കഴിഞ്ഞിട്ടും അവർ പറഞ്ഞു ഇങ്ങനെ വെയിറ്റ് ഇട്ടൊക്കെ എന്നെ കിടത്തുമായിരുന്നു. അവർ പോകുമ്പോഴും ഞാൻ ആ വെയിറ്റ് എടുത്ത് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്കിതുപോലെ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റണം, കാരണം എൻ്റെ കാലിൽ എനിക്ക് അത്രയും വയ്യ, എനിക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാനെങ്കിലും എനിക്കൊരു പറ്റണം, ഓപ്പറേഷൻ കൂടാതെ എന്നെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കാല് നീര് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ഞാൻ ഡിസ്ചാർജായി പോയി. കുറച്ച് ദിവസം വീട്ടിലെത്തി കഴിയുമ്പോൾ വീണ്ടും എനിക്ക് വേദനയാണ്. അപ്പോൾ എൻ്റെ അമ്മ, അതായത് മദറിലോ എന്നോട് പറഞ്ഞു, മോളെ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട, അല്ലാണ്ട് തന്നെ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇല്ല അമ്മ, എനിക്ക് മുട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കണം, എൻ്റെ മാതാവ് അതിനെനിക്ക് സൗഖ്യം തരുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല, ആ നടുവേദന ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് പൂർണ്ണമായിട്ടും ആ നടുവേദനയ്ക്ക് സൗഖ്യം കിട്ടി. എൻ്റെ കാലിനുള്ള നീര് കുറഞ്ഞു. എനിക്കിപ്പോൾ ആ ഒരു വേദന ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഇതെനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ഒരു സാക്ഷ്യമാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊരു സാക്ഷ്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ 2022 ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒരു സെക്കൻഡ് മാരേജാണ്. 5 വർഷമായി ഞങ്ങൾ രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ കുറച്ച് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഫിലിം ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ബാധ്യത കൊടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ പിന്നെ കോവിഡും കൂടി വന്നപ്പോൾ അറിയാം വർക്കൊന്നുമില്ല. അങ്ങനെ ഡിസംബർ മാസത്തിലാണ് കേസിൻ്റെ വിധി വരുന്നത്. 2022 ജൂൺ മാസത്തിൽ പൈസ ഫുള്ള് കൊടുത്ത് സെറ്റിൽ ചെയ്യണം എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ അവരെ കുടുംബസ്വത്തും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്നുള്ള രീതിയിൽ വന്നു. ഒരു മാർഗ്ഗവുമില്ല, എങ്ങനെ ഇത് ഒപ്പിക്കുമെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു വഴിയും ഇല്ലായിരുന്നു. പക്ഷേ ജൂൺ 15-ാം തീയതിയാണ് കോടതി കേസ് വെച്ചേക്കുന്നത്. ആ സമയത്ത് എങ്ങനെയൊക്കെയോ ചെറിയ ചെറിയ വർക്ക് കിട്ടി, എങ്ങനെയൊക്കെ കുറച്ച് പൈസയായി. എങ്കിലും ഫുള്ള് പൈസ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കേസ് നീട്ടിവെച്ചു. അതായത് ജൂൺ 23-ലേക്ക് കേസ് നീട്ടിവെച്ചു, 24-ലേക്ക് കേസ് നീട്ടിവെച്ചു. പക്ഷേ 23-ാം തീയതി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫുൾ പൈസയായി, ഞങ്ങൾക്ക് ഫുൾ സെറ്റിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ആൾക്ക് ഒരു മോളും കൂടി ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെയും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്, കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനുശേഷം കുഞ്ഞിനെ കാണാൻ പറ്റി. ആ ഒരു ഇതും അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നു. രണ്ടാമത് എൻ്റെ മൂത്ത മോൻ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ അവൻ ആദ്യമായിട്ട് ജോലി കിട്ടിയത് ഈ പറയുന്ന പോലെ തന്നെ അവൻ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ട്രെയിനിന് പോകാൻ വേണ്ടി നിൽക്കുക കാസർഗോഡ്. ആദ്യമായിട്ട് അവർ വിളിച്ചു, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പോവുമല്ലേ, കോവിഡിൻ്റെ സമയത്ത് ടിക്കറ്റൊന്നും അങ്ങ് പെട്ടെന്ന് കിട്ടില്ല. 2 മണിക്കൂർ മുമ്പെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ട്രെയിനിന് പോകാൻ പറ്റില്ല. അവനാകെ വിഷമിച്ചിരുന്നു. അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം 1:10 ട്രെയിൻ. അപ്പം ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഹസ്ബൻഡ് പറഞ്ഞു ടിക്കറ്റ് ഒന്നുമില്ല, ഓൺലൈനിലും ഇല്ല അല്ലാണ്ടും ഇല്ല. അവൻ റെയിൽവേ സ്റ്റേഷനിൽ വിഷമിച്ചിരിക്കുക.
ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ മനസ്സ് പറയുന്നു ഇല്ല, ഒരു ടിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞവൻ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുമ്പോൾ 12 മണി തൊട്ട് ടിക്കറ്റ് നോക്കുക, ഇല്ല. പക്ഷേ 12:45 ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് അവനൊരു AC ടിക്കറ്റ് കിട്ടി. അത് ഒരു അത്ഭുതം തന്നെയാണ്, പക്ഷേ ഒരിക്കലും അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ മാതാവ് അതും ഞങ്ങൾ അനുഗ്രഹിച്ചു. അങ്ങനെ അവന് ജോലിക്ക് പോകാൻ പറ്റി. അതുപോലെ തന്നെ പിന്നീടുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഒരു രോഗസൗഖ്യമാണ്. എൻ്റെ അമ്മ കാസർഗോഡാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരു ദിവസം ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മ എൻ്റെ ആങ്ങളെ വിളിച്ച് പറയുവാണ്, അമ്മയ്ക്ക് തീരെ സുഖമില്ല, 2-3 ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ മാറി കൊണ്ടുപോവാണ്, അമ്മേനെ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും എത്തിക്കണം എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രിക്ക് തന്നെ ഇവിടുന്ന് ഞാനും എൻ്റെ മൂത്ത മകനും ട്രെയിൻ കയറി പോകുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ അമ്മ കിടക്കുക, വാർഡിലാണ് കിടത്തിയിരിക്കുന്നത്. കാരണം അവിടുത്തെ ചികിത്സയൊക്കെ കുറച്ചൊരിതാണ്. അപ്പം ഞാൻ പോകുമ്പോൾ അമ്മ ഒരു വല്ലാത്തൊരു ഭീകരാവസ്ഥയിലാണ് അമ്മ കിടക്കുന്നത്. വയറൊക്കെ വീർത്ത് നഖമൊക്കെ ഈ കറുത്ത കളർ വന്നൊരു നമ്മൾ നോക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ രോഗിയുടെ അവസ്ഥ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും ആലോചിച്ചില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും ബൈബിളും കാശുരൂപവും തൈലവും എല്ലാം എടുത്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ അവിടെ എത്തി, അവിടുന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മേനെ കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ അവർ ICUയിൽ കയറ്റി. അപ്പം അവിടുന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് പറയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ആ ഒരു അവസ്ഥ തന്നെ പറഞ്ഞു. അമ്മയുടെ ലിവറിന് പ്രശ്നമായിരുന്നു. അത് 95% ആ ലിവറിൻ്റെ പ്രശ്നം അങ്ങനെ കിടക്കുക. കാരണം ആളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ മനസ്സിന് എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു. എനിക്ക് തോന്നുകയാണ് ഒന്നും സംഭവിക്കില്ല, എൻ്റെ കൂടെ മാതാവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു. അമ്മേനെ ഞാൻ ഒരാൾക്ക് മാത്രമേ ICUയിൽ കയറി കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ അമ്മേനെ ICUയിൽ കയറി, അവിടെ കാശുരൂപം വെച്ചു, തൈലം വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അമ്മേനെ എങ്ങനെ റൂമിലേക്ക് മാറ്റി. എങ്കിലും അവിടുന്ന് പിന്നെയും അന്നത്തെ ദിവസം പോയി പിന്നെ ഞാൻ അവിടെ ഇരുന്ന് അമ്മേനെ എപ്പോഴും ഞാൻ ഈ കാശുരൂപം വെച്ച് അമ്മേനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും അസുഖം കൂടി ICUയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഓടി വന്ന് റൂമിനകത്തിരുന്ന് ഞാൻ ഒത്തിരിയും പ്രാർത്ഥിച്ചു. അമ്മയുടെ കൗണ്ട് ലെവലെല്ലാം കുറഞ്ഞു. ഞാൻ ബന്ധുക്കളെയൊക്കെ അറിയിച്ചു. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു റൂമിനകത്ത്. 2 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ എന്നെ വിളിക്കുവാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഡോക്ടർ എന്നോട് പറയുക, എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് അറിയില്ല, ആൾ ഓക്കെയാണ്, നിങ്ങൾ റൂമിലേക്ക് മാറ്റാം. അത്രയും അല്ല, ഈ വന്നവരൊക്കെ വിചാരിച്ചു ഞാൻ ഇനി കള്ളം പറഞ്ഞതാണോ, കാരണം ഇങ്ങനെയൊരു കണ്ടീഷനിൽ കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ടുവന്നു. അമ്മേനെ അപ്പം തന്നെ നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമുക്ക് വലിയൊരു രോഗസൗഖ്യമാണ് കിട്ടിയത്. ഞാൻ അമ്മേനെയും കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ കാസർഗോഡ് നിന്ന് ഇത്രയും ദൂരം ഒരു യാത്ര ഇപ്പം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാതിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകൻ, അവനും പഠിക്കാൻ കുറച്ചൊരു ഇതായിരുന്നു. പക്ഷേ SSLC പരീക്ഷയിൽ അവന് നല്ല മാർക്ക് നൽകി തന്നെ മാതാവ് അനുഗ്രഹിച്ചു. വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലമോ വീടോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആദ്യം എൻ്റെ കുടുംബ ആങ്ങളയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 2ാമത് വിവാഹം കഴിച്ചപ്പോഴും ഒരു കുടുംബ വീടാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത്. അതിനുവേണ്ടി എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഒന്നും നടക്കാത്തൊരവസ്ഥ. ഞാൻ കഴിഞ്ഞ വർഷം 2023 ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കൊരു സ്ഥലവും വീടും വേണം, എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്നും ഞാൻ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സ്ഥലമൊന്നും കിട്ടാനില്ല. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലം കണ്ടു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഇത് തന്നെ എടുക്കാം, കാരണം നമുക്ക് വേറൊരു സ്ഥലം കിട്ടാനില്ല ഇവിടെയൊന്നും എന്ന് പറഞ്ഞു. എനിക്കെന്തോ മനസ്സുകൊണ്ട് ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു വാല് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഒരു നിവൃത്തിയില്ലെങ്കിൽ അത് എടുക്കാമെന്ന് പറഞ്ഞു. മെയ് 15 അഡ്വാൻസ് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഇവിടെ മെയ് 12 ഞാൻ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ മെയ് 15 അഡ്വാൻസ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം എടുത്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെ പൈസ പോവും. പക്ഷെ അതിനു മുമ്പ് മാതാവ് എനിക്കൊരു നല്ലൊരു സ്ഥലം കാണിച്ചു തരാമോ ഇവിടെ തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറും കൊണ്ടുപോയി.
അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ഈ ചോറ് കൊടുക്കാൻ അവിടെ അന്ന് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, പേഷ്യൻറ്റിനെ കാണാൻ പറ്റില്ല. മാവേലിക്കര ഹോസ്പിറ്റലിൽ അന്ന് കുറച്ച് പേർക്ക് ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് അർഹതപ്പെട്ടവർക്ക് കിട്ടണം, ഞാൻ അവർക്ക് വേണ്ടിയാണ് ഈ ചോറ് കൊണ്ടുവന്നത്, എനിക്കിത് അവർക്ക് കൊടുക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ വരുമ്പോൾ അവിടെ ഇല്ലേ ചേച്ചിമാരെന്നെ വിളിച്ചു. അവർ പറഞ്ഞു, മോളിൽ ഒത്തിരി പേഷ്യൻറ്റിന് ചോറില്ലാണ്ടിരിക്കുവാണ്, അവർ ഫുഡ് കഴിച്ചിട്ടില്ല, മോൾ ഇങ്ങിത്താ ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച ആ വിളി മാതാവ് ആ സമയത്ത് കേട്ടു എന്നുള്ളത് തന്നെയാണ് കാരണം. അല്ലെങ്കിൽ എനിക്ക് വിഷമമായിരുന്നു തിരിച്ചു കൊണ്ടുവരുന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നു. ഞാൻ എന്നും കാണുന്ന കൂട്ടുകാരിയാണ്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. അവൾ അവിടെ വന്നപ്പോൾ എന്നോട് പറയുക, ചേച്ചി എൻ്റെ അനിയൻ്റെ സ്ഥലം നിങ്ങളെ വീടിൻ്റെ തൊട്ട് പുറകിലാണ്, 10 സെൻറ്റ് സ്ഥലം കൊടുക്കാനിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. പോയി സംസാരിച്ചപ്പോൾ നമുക്ക് ആവശ്യമാണല്ലോ, അപ്പോൾ ഒരു കുറച്ച് റേറ്റ് കൂട്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇത്ര ക്യാഷേ ഉള്ളൂ, അതിനുള്ള ഒതുങ്ങത്തില്ലല്ലോ എന്നോർത്ത് പിന്നെയും ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആലോചിക്കാമെന്ന് പറഞ്ഞു. 13-ാം തീയതി ഞാൻ ഇവിടെ വന്നു. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ എനിക്കൊരു നല്ലൊരു തീരുമാനം നീ അറിയിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും നമുക്ക് വൈകിട്ട് തീരുമാനിക്കാം, നിങ്ങൾ സമാധാനത്തോടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. തിരിച്ച് ഞാൻ വീട്ടിൽ നേരെ അവരെ വീട്ടിലേക്കായി, പള്ളിയിൽ നിന്ന് ഇറങ്ങി പോയത് നേരെ അവരെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ ഒന്നും സംസാരിച്ചില്ല. അവരെൻ്റെ അടുത്ത് തിരിച്ചിറങ്ങി വരുവാണ്, നാളെ നിങ്ങൾ അഡ്വാൻസ് തരാൻ പറ്റുമോ, ആ സ്ഥലം ഞങ്ങൾ കൊടുക്കാമെന്ന്. ഒരത്ഭുതം തന്നെയാണ് സംഭവിച്ചത്. കാരണം അത്രയും കാലം ഞങ്ങൾ അതിലേയും നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലം ഒരിക്കലും കൊടുക്കില്ല പറഞ്ഞപ്പോൾ അതാണ് എനിക്ക് മാതാവ് അത്രയും തന്ന ഒരു ഗിഫ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ വീട് പണി തുടങ്ങി, ഒന്നുമില്ലാത്തടത്തു നിന്നാണ് തുടങ്ങിയത്. ഇപ്പം ഫസ്റ്റ് ഫ്ലോർ വാർപ്പ് കഴിഞ്ഞ് ഇരിക്കുവാണ്. അതും മാതാവ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് 9 വർഷമായിട്ട് 10-12 വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുവാണെങ്കിലും പ്രൊഫഷണൽ കൺട്രോളിൽ നിന്നൊരു കാർഡ് കിട്ടിയില്ലായിരുന്നു. പുള്ളിക്കതൊരു ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. ഞാനത് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞിടയിൽ അതും മാതാവ് ഞങ്ങൾക്ക് തന്നു, ആ ജോലിയും ശരിയാക്കി. അതുപോലെ തന്നെ ഞങ്ങളുടെ റിലേറ്റീവിലെ ഒരു കുട്ടി, അവൾ 6 വർഷമായിട്ട് കാനഡ പോകാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്തിരിക്കുക. ഈ 6 വർഷമായിട്ടും അവൾക്ക് പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞാൻ ജൂൺ 3-ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അവളെയും കൂടി കൂട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു, മാതാവേ ഞാൻ അവരെയും കൂടി കൂട്ടിയിട്ട് വന്നതാ, അതുകൊണ്ട് എന്തായാലും ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അവളെ കാര്യത്തിന്. ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പേ എന്തേലും ഒരു വഴി അമ്മ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 3-നാണ് 90 ദിവസം പൂർത്തിയാകുന്നത്. സെപ്റ്റംബർ 2-ാം തീയതി അവൾക്ക് പോകാൻ പറ്റി. അവൾ കാനഡയിൽ പോയി. അതും മാതാവ് തന്ന ഒരു അനുഗ്രഹം തന്നെയാണ്, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ സ്വർണം നഷ്ടപ്പെട്ടു, ഒരു മാല നഷ്ടപ്പെട്ടു. അവരെത്ര അന്വേഷിച്ചിട്ടും കിട്ടില്ല. അവൾ ഒരു 10 പ്രാവശ്യമെങ്കിലും അവിടെ പോയി അന്വേഷിച്ചില്ല. അപ്പം എന്നോട് പറഞ്ഞു, മോളൊന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പ്രാർത്ഥിച്ചു, കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് എവിടെയാണോ അവരന്വേഷിച്ചത് അവിടെ നിന്ന് തന്നെ അവർക്ക് ആ മാല തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഈ മകൻ, ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് കുറച്ച് സഹനമായിരുന്നു, ഭയങ്കര ഒരു പ്രയാസത്തിലായിരുന്നു ഞാൻ. അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു, എൻ്റെ മകൻ +1-ലേക്ക് കയറിയപ്പം തൊട്ട് അവന് പ്രശ്നങ്ങളാണ്. അവൻ അറിഞ്ഞോ അറിയാതെയോ വരുന്ന കുറേ പ്രശ്നങ്ങൾ. ഞാൻ മാനസികമായിട്ട് അതിൻ്റെ പേരിൽ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പം ഞാൻ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഞാൻ ആദ്യം മാതാവിനോട് അതിന് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തേ നീ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചു എന്ന് ഞാൻ ചോദിച്ച് ഞാൻ കരഞ്ഞു. പക്ഷേ എനിക്ക് അറിയില്ല, മാതാവ് എനിക്ക് നല്ലൊരു അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടിയാണ് എന്നെ പരീക്ഷിച്ചതെന്ന്. പക്ഷെ എൻ്റെ മകൻ ഇങ്ങനെ അവന് പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അവൻ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു മോനാണ്, നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ച് കാലമായിട്ട് അവന് പ്രാർത്ഥനയില്ല. പ്രാർത്ഥന മുടങ്ങിയപ്പോൾ അവൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്നു. എനിക്കത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായി ഞാൻ ഇവിടെ വന്നു. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു,
ഡിപ്രഷൻ, അവന് ഭയങ്കര വല്ലാത്തൊരു ഡിപ്രഷൻ ആയിരുന്നു. അവന് ഒരു വല്ലാത്തൊരു സ്റ്റേജ് ആയിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹം. പക്ഷേ നമ്മളെക്കാളും രോഗികളും എല്ലാവരും ഉള്ള ഒരു അച്ഛനെ കാണാൻ അങ്ങനെ പറ്റില്ലായിരുന്നു. എങ്കിലും ഞാൻ മാതാവിനോട് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് അച്ഛനെ കാണണം, നിന്നിലൂടെയാണെങ്കിലും അച്ഛൻ അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് എനിക്കൊന്ന് തോന്നണം, എനിക്കല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അത്രയും വിഷമിച്ചിരുന്നു. എനിക്ക് അന്ന് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ എൻ്റെ മോനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം അവൻ വീണ്ടും പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വന്നു. അവൻ്റെ കൂട്ടെല്ലാം പോയി. അവൻ പഴയതിനേക്കാളും നല്ലൊരു മോനായിട്ട് എനിക്കെൻ്റെ മാതാവ് തന്നു. ഈ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. അതിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഞാനിങ്ങനെ ഒരു സഹനത്തിൻ്റെ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ കുട്ടിക്കാനത്തൊരു യാത്ര പോയപ്പോൾ ഞങ്ങളെ കാറ് ആക്സിഡൻ്റായി. വലിയൊരു ട്രാവലർ വന്ന് ഞങ്ങളെ വണ്ടിയുടെ ഫ്രണ്ട് വീല് ഇടിച്ചു. പക്ഷേ എൻ്റെ മൂത്ത മകനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അവൻ പറഞ്ഞു, ഞങ്ങളത് മറിഞ്ഞിരുന്നെങ്കിൽ ഒരു കൊക്കയിലേക്കാണ്, ഞങ്ങൾ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത രീതിയിലാണ്. പക്ഷേ മാതാവ് ഞങ്ങളെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങളെ കാത്തു എന്നുള്ളതാണ്. അവിടെയും മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. അതിൻ്റെ പേരിലും അവിടുന്ന് തന്നെ അവൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു. വലിയ വില കൂടിയ ഫോണായിരുന്നു, നഷ്ടപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ അവനും ഭയങ്കര വിഷമായി. കാരണം ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു ഞങ്ങൾക്ക്. അവൻ ഇറങ്ങിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, അന്നും ധ്യാനത്തിലിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, അവൻ ഇത്രയും സമയത്തിനുള്ള അവൻ എൻ്റെ അടുത്തിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കരഞ്ഞു. പറയുന്നതിനേക്കാളും മുമ്പേ മാതാവ് എൻ്റെ കയ്യിലേക്ക് അവനെ ഏൽപ്പിച്ചു. എൻ്റെ അച്ഛന്ന് വിളിക്കുന്ന അച്ഛമോൻ അനുഗ്രഹിച്ചതുപോലെ അമ്മ നേരിട്ട് അവനെയും അവൻ്റെ തലയിൽ തൊട്ടും അനുഗ്രഹിക്കണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ അനുഗ്രഹം കിട്ടി. ഇപ്പോൾ സമാധാനപരമായി ഞങ്ങൾ വീട്ടിൽ സമാധാനമുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിന് കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു കാർ എടുക്കണം എന്നുള്ളത്. ആ കാറും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്, മാതാവേ, ഒന്നുകിൽ ഈ ഡിസംബർ 25 അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റ് ഞങ്ങൾക്ക് ആ വണ്ടി എടുക്കണം, എൻ്റെ ഹസ്ബൻഡ് ആഗ്രഹിച്ചതാണെന്ന് പറഞ്ഞു. 27-ാം തീയതി ഞങ്ങൾക്ക് ആ വണ്ടിയും എടുക്കാൻ പറ്റി. ഇത്രത്തോളം മാതാവ് നമുക്ക് അനുഗ്രഹം തരുന്നുണ്ട്. ഞാൻ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എല്ലാവർക്കും ദർശനമൊക്കെ കാണിക്കുന്നുണ്ട്, എല്ലാവരും അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പും സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ മാതാവിനോടത്ത് ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ അടുത്തൊന്ന് വരില്ലേ, എനിക്കൊന്ന് കാണണം, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാവോ? കാരണം പല പ്രശ്നങ്ങൾ അന്നത്തെ ആ മനസ്സിന് ഉണ്ടായ ഒരു വേദന, എനിക്കൊരു വലിയൊരു ഭാരം എൻ്റെ നെഞ്ചിനുണ്ടായിരുന്നു. അപ്പോൾ തക്ക സമയത്ത് തന്നെയാണ് മാതാവും ഈശോയും എനിക്ക് ആ ഒരു പ്രശ്നങ്ങൾ കാണിച്ചു തന്നത്. എങ്കിലും എനിക്ക് എവിടെയോ, നമ്മൾ ബലഹീനരാണല്ലോ, മനുഷ്യരല്ലേ, എവിടെയോ ഒരു പ്രയാസം എനിക്കുണ്ടായിരുന്നു. ആ പ്രയാസം ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ വെറുതെ ഒന്ന് മയങ്ങി. ഞാൻ കണ്ടത്, ഞാനൊരു പള്ളിയിൽ പോവുകയാണ്. അവിടെ ഒത്തിരി ചേച്ചിമാരിങ്ങനെ നിൽക്കുക. അപ്പോൾ ആ ചേച്ചിമാരെന്നോട് പറഞ്ഞു, മോളെന്താ ഇത്രയും വൈകിയത് വരാൻ? മോൻ നേരത്തെ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വൈകിപ്പോയി, മോളെ വെയിറ്റ് ചെയ്ത് അകത്തൊരാളുണ്ടെന്ന് പറഞ്ഞു. ആരാ എന്ന് ചോദിച്ചാൽ ഞാൻ അകത്തെ കയറിപ്പോയപ്പോൾ ഈ കൃപാസന മാതാവ് ഈ രൂപത്തിൽ തന്നെ ഒരു ഉണ്ണീശോനെയും എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തൊരു സുന്ദരിയായ ഒരു മാതാവാണ്. അത്രയും സുന്ദരിയായ ഒരു മാതാവിനെ ഞാൻ ആരെയും ഞാൻ ഇതുവരെ കണ്ട അത്രയും സൗന്ദര്യമുള്ള ഒരു മാതാവിനെ ഞാൻ കണ്ട. അയ്യോ, ഇതെൻ്റെ മാതാവല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയി. മാതാവ് ഒന്നുകൂടി പുറകോട്ട് പോയി, മാതാവ് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണേ, എനിക്ക് വിഷമം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് മാതാവ് എന്നെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കൽ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, നീ എന്തിനു വിഷമിക്കണം, നിന്നെയും നിൻ്റെ മക്കളെയും നിൻ്റെ കുടുംബത്തിനെയും ഞാൻ ചേർത്ത് പിടിക്കുന്നില്ലേ എന്ന് എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ ഉറങ്ങി എണീച്ചപ്പോൾ ഈ നിമിഷം വരെ എൻ്റെ നെഞ്ചിൽ കിടക്കുന്ന ആ ഭാരങ്ങളെല്ലാം പോയി എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിനുണ്ടായ സന്തോഷം. അത്രയാണ് കാരണം എനിക്കെൻ്റെ മാതാവിനെ കാണാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷത്തിലേക്കാണ്. ഇനിയും ജീവിതത്തിൽ ഞങ്ങൾക്കും എനിക്ക് എൻ്റെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനോടൊപ്പം മാതാവ് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസം കൂടി മാതാവ് എനിക്ക് തന്നതാണ്. എൻ്റെ തിരുകുമാരനും അമ്മ മാതാവിനും ഒരു കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു.